ക്ഷാമബത്ത കുടിശ്ശിക അധ്യാപകരുടെ വാർഷിക നഷ്ടം 54,216 രൂപ മുതൽ 2,32,848 രൂപ വരെ. ക്ഷാമബത്ത കുടിശ്ശിക 18% ഉയർന്നതോടുകൂടി ജീവനക്കാർക്ക് ഒരു വർഷം നഷ്ടപ്പെടുന്നത് ലക്ഷങ്ങളാണ്. സംസ്ഥാനത്തെ സർക്കാർ അധ്യാപകർക്കും ഈ നഷ്ടം നേരിടേണ്ടി വരുന്നുണ്ട്. അധ്യാപകരുടെ ക്ഷാമബത്ത കുടിശ്ശിക 18% ഉയർന്നതോടുകൂടി വാർഷിക നഷ്ടം 54,216 രൂപ മുതൽ 2,32,848 രൂപ വരെയാണ്. 3 ഗഡു ക്ഷാമബത്തയാണ് ഇതുവരെ പ്രഖ്യാപിച്ചത്. ക്ഷാമബത്ത കുടിശ്ശിക 18% ഉയർന്നതോടുകൂടി സംസ്ഥാനത്തെ സർക്കാർ അധ്യാപകർക്ക് ഒരു വർഷം ഉണ്ടാകുന്ന നഷ്ടം എത്രയാണെന്ന് നമുക്ക് അറിയാം. തസ്തിക, അടിസ്ഥാന ശമ്പളം, വാർഷിക നഷ്ടം എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. നോക്കുക, ആദ്യം പറയുന്നത് പോസ്റ്റാണ്. പ്രിൻസിപ്പൽ, കോളേജിലെ പ്രിൻസിപ്പളിൻ്റെ ബേസിക് സാലറി എന്ന് പറയുന്നത് 1,07,800 രൂപയാണ്. അപ്പോൾ വാർഷിക നഷ്ടം വരുന്നത് ഏകദേശം 2,32,848 രൂപയാണ്. അടുത്തത് പ്രൊഫസർ, 95,600 രൂപയാണ് ബേസിക് സാലറി. വാർഷിക നഷ്ടം 2,06,496 രൂപയാണ്. അടുത്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ, 63,700 രൂപയാണ് ബേസിക് സാലറി. നഷ്ടം നോക്കൂ, 1,37,592. ഇനി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലാണെങ്കിൽ 63,700 ബേസിക്ക്. നഷ്ടം 1,37,592 രൂപ. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിന് 59,300 ബേസിക് പേ വരുന്നത്. നഷ്ടം 1,28,88. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ HG ആണെങ്കിൽ 56,500 ബേസിക്ക്. നഷ്ടം 1,22,040 രൂപ. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിന് 55,200 ബേസിക്ക്. നഷ്ടം 1,19,232 രൂപ. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ആണെങ്കിൽ 45,600 ബേസിക്ക്. നഷ്ടം 98,496 രൂപ. PD ടീച്ചർ HG ബേസിക് സാലറി 39,300. നഷ്ടം 84,888. ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് SG ആണെങ്കിൽ 50,200 ബേസിക്ക്. നഷ്ടം 1,08,432. പ്രീ പ്രൈമറി ടീച്ചർ സീനിയർ ആണെങ്കിൽ 43,400 ബേസിക്ക്. നഷ്ടം 93,744. ഇനി LP സ്കൂൾ ടീച്ചർ അതുപോലെ തന്നെ UP സ്കൂൾ അസിസ്റ്റൻ്റ് സെലക്ഷൻ ഗ്രേഡ് ആണെങ്കിൽ 45,600 ബേസിക്ക്. നഷ്ടം 98,496 രൂപ. ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ SG ആണെങ്കിൽ 43,400 ബേസിക്ക്. നഷ്ടം 93,744. പാർട്ട് ടൈം ലാംഗ്വേജ് ടീച്ചറിന് 25,100 ബേസിക്ക്. നഷ്ടം 54,216 രൂപ. 2021 ജനുവരി, ജൂലൈ, 2022 ജനുവരി എന്നീ കാലയളവിലെ ക്ഷാമബത്തയാണ് ഇതുവരെ അനുവദിച്ചിട്ടുള്ളത്. പ്രഖ്യാപിച്ച 3 ഗഡു ക്ഷാമബത്തയ്ക്കും അർഹതപ്പെട്ട കുടിശ്ശിക നിഷേധിച്ചിരിക്കുകയാണ്. 117 മാസത്തെ കുടിശ്ശികയാണ് ജീവനക്കാർക്ക് ഇതുമൂലം നഷ്ടപ്പെട്ടത്. 117 മാസത്തെ DA കുടിശ്ശിക നിഷേധിച്ചതിലൂടെ മാത്രം 71,760 രൂപ മുതൽ 5,20,416 രൂപ വരെയാണ് ജീവനക്കാർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. മുൻകാലങ്ങളിൽ ക്ഷാമബത്ത പ്രഖ്യാപിക്കുമ്പോൾ കുടിശ്ശിക PFൽ ലയിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ IAS, IPS, ജുഡീഷ്യൽ ഓഫീസർമാർ എന്നിവർക്ക് മാത്രമേ ക്ഷാമബത്ത കുടിശ്ശിക നൽകുന്നുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴുള്ള DAയുടെ നഷ്ടവും അതുപോലെ തന്നെ പ്രശ്നങ്ങളും.